നല്ല സമയത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പാപബോധവും കുറ്റബോധവും. വേദപുസ്തക പ്രകാരം നമ്മൾ പഠിക്കുമ്പോൾ പാപബോധവും കുറ്റബോധവും ഒരു മനുഷ്യനെ എങ്ങനെയാണ് വഴി നടത്തുന്നതെന്ന് കാണുവാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ പാപബോധത്താലും നീതിബോധത്താലും ന്യായവിധിയുടെ ബോധത്താലും നമ്മെ വഴി നടത്തും. ഒരു മനുഷ്യൻ ദൈവത്തോട് അടുക്കുന്നത് പാപബോധത്താലാണ്. പാപബോധത്തിന്റെയും കുറ്റബോധത്തിന്റെയും വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തില് പാപബോധം എത്രമാത്രം നമ്മെ നീതിബോധത്തിലേക്ക് എത്തിക്കുന്നു എന്ന് കാണാൻ പറ്റത്തുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ കാലൊച്ച ഏദൻ തോട്ടത്തിൽ വെളിപ്പെടുമ്പോൾ ആദാമും ഹവ്വയും നഗ്നരെന്ന് കണ്ട് ഭയപ്പെട്ട് അവർ ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിപ്പാൻ ചെടിയുടെ മറവിൽ മറയുന്നത് കാണുവാൻ പറ്റും. അവിടെ അവരിൽ വെളിപ്പെട്ടത് ഒരു കുറ്റബോധമാണ്. ദൈവം പറഞ്ഞത് അനുസരിക്കാതെ ഒരു കുറ്റബോധം അവരുടെ ഉള്ളിൽ വെളിപ്പെട്ടു. കുറ്റബോധം അവരുടെ ഉള്ളിൽ വെളിപ്പെട്ടപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് മറയുവാൻ വേണ്ടി ശ്രമിച്ചു. ഇരുളിന്റെ ഒരു മറവിലോട്ട് അവർ പ്രവേശിക്കുന്നത് നമുക്കവിടെ കാണുവാൻ പറ്റും. അപ്പോൾ കുറ്റബോധം ഒരിക്കലും ദൈവാത്മാവിൽ നിന്ന് വരുന്നതല്ല. കുറ്റബോധം ലോകത്തിന്റെ ആത്മാവിൽ നിന്ന് വരുന്നതാണ്. ആ കുറ്റബോധം ഒരിക്കലും നമ്മെ ദൈവത്തോട് അടുപ്പിക്കത്തില്ല, ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുകയാകുന്നു ചെയ്യുന്നത്. ഇവിടെ ആദാമും ഹവ്വയും ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കാൻ ശ്രമിക്കുന്നത് കാണുവാൻ പറ്റും. ന്യൂ ടെസ്റ്റ്മെന്റിലോട്ട് വരുമ്പോൾ ഇസ്കാരിയോത്തോ യൂദായിയുടെ ഹൃദയത്തിനകത്ത് യേശുക്രിസ്തുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തപ്പോൾ അവന്റെ ഉള്ളിൽ കുറ്റബോധം വെളിപ്പെട്ടു. ആ കുറ്റബോധം അവനെ സൂയിസൈഡിലേക്ക് എത്തിച്ചു. അവൻ കെട്ടിത്തൂങ്ങി മരിക്കുന്ന നിലവാരത്തിലേക്ക് എത്തിച്ചു. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കുറ്റബോധം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റും, എന്നാൽ പാപബോധം നമ്മെ ദൈവത്തോട് അടുപ്പിക്കും. വേദപുസ്തകത്തിൽ അനവധി ദൈവഭക്തന്മാരുടെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ പാപബോധം ദൈവത്തോട് അവരെ അടുപ്പിക്കുന്നത് കാണുവാൻ പറ്റും. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ യേശുവിനെ കാണുവാൻ തക്കവണ്ണം ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച സക്കായി കാട്ടത്തിയുടെ മുകളിൽ മറഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് യേശു അവിടെ വരുന്നു. സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ നിന്നോടൊപ്പം പാർക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ സക്കായി വേഗത്തിൽ ഇറങ്ങി വരുന്നു. പെട്ടെന്ന് അവന്റെ ഉള്ളിൽ വെളിപ്പെട്ട പാപബോധം യേശുവിന്റെ കാൽക്കൽ അവൻ വീഴുന്നത് കാണുവാൻ പറ്റും. അപ്പോൾ സക്കായിയുടെ ഉള്ളിൽ പാപബോധം വന്നപ്പോൾ അവൻ യേശുവിന്റെ കാൽക്കൽ വീഴുകയാണ്. തന്റെ പാപങ്ങളെല്ലാം ഏറ്റുപറയുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം പഠിക്കുമ്പോൾ ഗന്നസരത്ത് തടാകത്തിന്റെ അരികിൽ വെച്ച് ശീമോന്റെ ഉള്ളിൽ പാപബോധം വരികയാണ്. ശീമോൻ പത്രോസിന്റെ ഉള്ളിൽ പാപബോധം വരുമ്പോൾ ശീമോൻ പത്രോസ് പറയുകയാണ്, അയ്യോ കർത്താവേ, ഞാൻ പാപിയാകുന്നു, നീ എന്നെ വിട്ടു പോകണമേ. അവിടെ ശീമോൻ യേശുവിന്റെ കാൽക്കൽ വീഴുകയാണ്. അപ്പോൾ ശീമോൻ പത്രോസിന്റെ ഉള്ളിൽ പാപബോധം വെളിപ്പെട്ടപ്പോൾ അവൻ യേശുവിന്റെ കാൽക്കൽ വീണു. സക്കായിയുടെ ഉള്ളിൽ പാപബോധം വെളിപ്പെട്ടപ്പോൾ അവൻ യേശുവിന്റെ കാൽക്കൽ വീണു. ഒരു പാപിനിയായ സ്ത്രീയെ ബൈബിൾ പരിചയപ്പെടുത്തുന്നു. ആ പാപിനിയായ സ്ത്രീ യേശു കർത്താവ് വിരുന്നിന് പോയ ഭവനത്തിലെത്തിയിട്ട് യേശുവിന്റെ പിറകിൽ ചെന്ന് നിന്നു. അവൾ കണ്ണുനീര് കൊണ്ട് യേശുവിന്റെ കാൽ കഴുകി.
തലമുടി കൊണ്ട് കാൽ തുവർത്തി, പരിമള തൈലം പൂശി. അപ്പോൾ പാപബോധം വെളിപ്പെട്ടപ്പോൾ അവൾ യേശുവിന്റെ കാൽക്കൽ കണ്ണുനീരുകൊണ്ട് പാദം കഴുകുന്നതും തലമുടി കൊണ്ട് ആ പാദം തുടയ്ക്കുന്നതും പരിമള തൈലം ആ പാദത്തിൽ പൂശുന്നത് നമുക്ക് അവിടെ കാണുവാൻ പറ്റും. പാപബോധം വെളിപ്പെട്ടപ്പോൾ ആ സ്ത്രീ യേശുവിന്റെ കാൽക്കലാണ്. അപ്പോൾ പാപബോധം നമ്മെ യേശുവിന്റെ സന്നിധിയിലെത്തിക്കും. മുടിയനായ പുത്രനെ കുറിച്ച് പഠിക്കുമ്പോൾ പന്നിക്കൂട്ടിൽ വാളവര പോലും തിന്നാൻ പറ്റാതെ ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവന് സുബോധം വന്നു. സുബോധം വന്നപ്പോൾ, സുബോധം വന്നു എന്ന് പറയുമ്പോൾ അവനുള്ളിൽ ഒരു പാപബോധം വന്നു. പാപബോധം വന്നപ്പോൾ അവൻ പെട്ടെന്ന് തൻ്റെ അപ്പനെയും അപ്പന്റെ ഭവനത്തെയും കുറിച്ച് ഓർക്കുവാൻ ഇടയായി തീർന്നു. ആ പാപബോധം അവന്റെ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ അവനൊരു തീരുമാനമെടുത്തു. ഞാൻ അപ്പന്റെ അടുക്കൽ മടങ്ങിച്ചൊല്ലും. ഞാൻ അപ്പ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റു പറയും. അപ്പോൾ എന്താണോ വിട്ടുകളഞ്ഞിട്ട് അവൻ പോയത്, എന്താണോ അവൻ നഷ്ടപ്പെടുത്തിയത്, അതിലേക്ക് മടങ്ങിപ്പോകുവാൻ തക്കവണ്ണം പാപബോധം അവനെ ഇടയാക്കി തീർത്തു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ഉള്ളിൽ പിശാച് കൊണ്ടിടുന്ന കുറ്റബോധം നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റും. എന്നാൽ പാപബോധം ദൈവത്തോട് നിങ്ങളെ അടുപ്പിക്കും. പഴയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തെ ഭയത്തോടെ നോക്കിക്കണ്ടു എങ്കിൽ, പുതിയ നിയമത്തിനകത്ത് നമ്മൾ ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തുന്നത് ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ടാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, പാപബോധം നമ്മെ ദൈവത്തോട് അടുപ്പിക്കും. കുറ്റബോധം ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റും, ഇരുളിന്റെ മറവിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ ചിന്ത ഞാൻ കൈമാറുന്നു. നമ്മുടെ ഉള്ളിൽ ഉളവാകേണ്ടത് കുറ്റബോധമല്ല, പാപബോധമാണ്. പാപബോധം നമ്മിൽ വെളിപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ യേശുവിന്റെ പാദപീഠത്തിങ്കൽ ശരണം പ്രാപിക്കും. പരിശുദ്ധാത്മാവിന് മാത്രമേ പാപബോധം വരുത്തുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പുതിയ നിയമസഭയ്ക്ക് യേശു കർത്താവ് കൊടുത്ത വാഗ്ദത്തം, നിങ്ങൾ പിതാവ് പുത്രനിൽ കൂടിയ നൽകിയ വാഗ്ദത്തം പ്രാപിക്കാതെ ഈ പട്ടണം വിട്ട് വാങ്ങിപ്പോകരുത്. അപ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് പാപബോധത്തോൽ, നീതിബോധത്തോൽ, ന്യായവിധിയുടെ ബോധത്താൽ ഈ ലോകത്ത് നിത്യതയുടെ ജീവിതം കാഴ്ചവെക്കുവാൻ സാധിക്കത്തുള്ളൂ. ഒരു സ്വർഗീയ അനുഭവത്തിൽ ജീവിക്കാൻ കഴിയത്തുള്ളൂ. ഈ ദിവസം ഞാൻ ഈ ചിന്ത നിങ്ങളുടെ മുൻപിൽ വിതറുകയാണ്. ഈ ചിന്ത നല്ല നിലത്ത് വീഴുന്ന വിത്ത് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെടട്ടെ. പാപബോധം ഉളവാകട്ടെ. ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ ശരണം പ്രാപിക്കട്ടെ. ഒരു നല്ല ദിവസം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. അടുത്ത ചിന്തയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ദൈവം കരുതും, പരിപാലിക്കും. ആമേൻ.